വെൽക്കം ബാക്ക് ടു ജിനോ ടെക് വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പരാജയപ്പെട്ട പല ആൾക്കാരും അവരുടെ പ്രവർത്തനങ്ങൾ മികച്ചതാക്കിയിട്ടുണ്ട്. വീണ്ടും തിരിച്ചു വരാനായിട്ട് ശ്രമിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ iPhone 18 Pro എന്ന് ലോഞ്ച് ആവും. അതിൻ്റെ ഏറ്റവും പുതിയ പ്രത്യേകതകളാണ്. നേരെ വീഡിയോയിലേക്ക് പോയല്ലോ. ഇതുവരെയുള്ള ഇൻഫർമേഷനിൽ 2026 സെപ്റ്റംബറിലായിരിക്കും ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ 18 Pro സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ കൂടെ സർപ്രൈസിംഗ് ആയിട്ട് അവർ അവതരിപ്പിക്കുന്ന മറ്റൊരു സംഭവമാണ് ആപ്പിളിൻ്റെ ആദ്യത്തെ ഫോൾഡ് ഫോൺ. ഈ ഒരു ഫോൺ നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ഫോൾഡ് ഫോണുകളുടെ ഡിസൈനിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിലും കുറച്ചുകൂടി വ്യത്യാസമാണ്. ടെക്നോളജി എങ്ങനെയാണെന്ന് ഇവർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. നമുക്കറിയാം ഫോൾഡ് ഫോണുകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആ ഒരു ക്രീസ് എന്ന് പറയുന്നത്. 1-2 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രീസിൻ്റെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഓപ്പോ പോലുള്ള പല ബ്രാൻഡുകളും ഈ ഒരു ക്രീസ് ഒഴിവാക്കിക്കൊണ്ടുള്ള പല ടെക്നോളജികൾ 3D പ്രിൻറ്റിംഗ് ടെക്നോളജികളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലാണോ വരുന്നത്, അതോ നമ്മുടെ സാംസങ്ങിൻ്റെ ഒക്കെ പോലത്തെ പണ്ടത്തെ ടെക്നോളജിയിലാണോ ആപ്പിൾ ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകണമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അത് വന്ന് 1-2 കൊല്ലം കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഡ്യൂറബിലിറ്റിനെ പറ്റിയിട്ടും അതിൻ്റെ ആ ഒരു പ്രത്യേകതയെ പറ്റിയിട്ടും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഉടനെ തന്നെ ആരും പോയിട്ട് അത് മേടിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതൊരു റിസ്ക് ഉള്ള സംഭവമാണ്. കാരണം ഏതൊരു ബ്രാൻഡാണെങ്കിലും പുതിയൊരു ടെക്നോളജി കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. എന്തായാലും ഫോൾഡ് ഫോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ Air 2 എന്ന് പറയുന്ന ഫോൺ 2 ക്യാമറ വെച്ചിട്ട് നമ്മുടെ സിനിമാറ്റിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയത്. എന്നാൽ നമ്മുടെ നോർമൽ iPhone 18 എന്ന് പറയുന്ന സംഭവം ഇക്കൊല്ലം വരില്ല. കാരണം iPhone 17 എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ഹിറ്റ് ഫോണാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇനി ഒരു അപ്ഡേറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ആപ്പിൾ 18 എന്ന് പറയുന്ന നോർമൽ ഐഫോൺ ഇത്തവണ കൊണ്ടുവരുന്നില്ല. പകരം iPhone 17 എന്ന് പറഞ്ഞ ഫോൺ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. ഏറ്റവും പുതിയ iPhone 18 Proന്റെ ഡിസൈനിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ 17 Pro വന്നിട്ടുള്ള സെയിം ഡിസൈനിൽ തന്നെയായിരിക്കും ഇത്തവണയും വരാൻ പോകുന്ന കേട്ടോ. യാതൊരു വിധത്തിലുള്ള മാറ്റം ഉണ്ടായിരിക്കില്ല. അതേ സെയിം അലൂമിനിയം യൂണി ബോഡിയിൽ തന്നെയായിരിക്കും നമ്മുടെ 18 Proയും വരാൻ പോകുന്നത്. നമുക്കറിയാം ഐഫോൺ ഒരു തവണ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 1, 2, 3, 4 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയായിരിക്കും ഈ ഒരു അലൂമിനിയം യൂണിബോഡി 3-4 വർഷത്തേക്ക് അവർ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ കളർ ഓപ്ഷൻസിൽ മാറ്റങ്ങളുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ കളർ ഓപ്ഷൻസ്. മാത്രമല്ല കഴിഞ്ഞ തവണ ഫോൺ ഇറക്കിയ സമയത്ത് കളർ ഇളകി പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ചുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ഡൈ പരിപാടികളാണ്, നല്ലൊരു രീതിയിലുള്ള ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ആനഡൈസേഷൻ ടെക്നിക്കാണ് ഇത്തവണ നമ്മുടെ ഫോണുകൾക്ക് കളർ കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കളർ ഇളകി പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അല്ല ഹെവി സ്ക്രാച്ച് ആയി കഴിഞ്ഞാലാണ് അങ്ങനെ ചാൻസ് ഉള്ളൂ. നോർമൽ കണ്ടീഷനിൽ അങ്ങനെ സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഈ കളേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ തവണ ഓറഞ്ച് ഇറക്കിയ സമയത്ത് എന്തൊക്കെയോ ഒരു കെമിക്കൽ അതിന് മുകളിലായി കഴിഞ്ഞാൽ അത് റോസ് കളറിലേക്ക് മാറുമെന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം കംപ്ലയിൻറ്റ് ഈ കളറുകൾക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അങ്ങനത്തെ ടൈപ്പ് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ലീക്കായിട്ടുള്ള കളേഴ്സിൽ നമുക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ചില പേജുകളിൽ ബ്ലാക്ക് കളർ കൂടി അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു ഐഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്നുള്ള കാര്യം. നമുക്കറിയാം സ്റ്റിൽ നമ്മുടെ ഐഫോൺ വീഡിയോഗ്രാഫിക്ക് ഓക്കെയാണ്. എന്നാൽ ഫോട്ടോഗ്രാഫിക്ക് ബെസ്റ്റ് ഐഫോൺ ആണെന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിവോ ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും ഷോമി ആണെങ്കിലും ഫോട്ടോഗ്രാഫി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരു നോർമൽ ആൾ വീഡിയോഗ്രാഫിയേക്കാൾ കൂടുതൽ ഫോട്ടോഗ്രാഫി തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഐഫോൺ മാറ്റി നിർത്തിയിട്ട് മറ്റ് പല ബ്രാൻഡുകളിലേക്കും ഇപ്പോൾ പോകുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആപ്പിളിൻ്റെ 17 Proയിൽ വന്നിട്ടുള്ള 3 ക്യാമറ നോക്കുകയാണെങ്കിലും അതിൽ 3 48 മെഗാപിക്സലായിരുന്നു. അൾട്രാ വൈഡ് 48, ടെലിഫോട്ടോ 48, വൈഡ് ആണെങ്കിലും 48. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇത്തവണ വരാൻ പോകുന്ന ക്യാമറയിൽ അതിലെ മെയിൻ സെൻസർ 200 മെഗാപിക്സലാക്കാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു 200 മെഗാപിക്സലിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫോട്ടോഗ്രാഫിയിലും ഐഫോൺ തന്നെയായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടാതെ ഇതിലൊരു വേരിയബിൾ അപ്പർച്ചർ ലെൻസ് അവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ഈ ഒരു വേരിയബിൾ അപ്പർച്ചർ ലെൻസ് ആദ്യമായിട്ടൊന്നും ഐഫോണിലൊന്നല്ല വരുന്നത്. നമ്മുടെ സാംസങ്ങിൽ പണ്ട് മറ്റേ S-Series 9 ഉള്ളപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്നാൽ അവരിപ്പോഴാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ക്യാമറകളിൽ ഓരോ ലെൻസ് മാറ്റി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബ്ലർ വരും. അതൊരു AI പ്രോസസ്സിംഗ് അല്ല, നാച്ചുറലായിട്ട് കിട്ടുന്ന ആ ഒരു ലെൻസിൻ്റെ ഒരു ബ്ലറാണ്. അതുപോലുള്ള നാച്ചുറൽ ബ്ലറുകൾ നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോസിലാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയിലാണെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒബ്ജക്റ്റിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നല്ല ക്ലാരിറ്റിയിൽ ഒബ്ജക്റ്റിനെ മാത്രം കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലെൻസായിരിക്കും നമ്മുടെ iPhone 18 Proയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ. മാത്രമല്ല അത് 200 മെഗാപിക്സലിൻ്റെ ലെൻസും ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തായാലും നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. പിന്നെ നിങ്ങൾ വേറെ രസകരമായിട്ടുള്ളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ യൂറോപ്പിൽ ഒരു പുതിയ റൂൾ വരാൻ പോവാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ ബാറ്ററി കസ്റ്റമർക്ക് തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കിയിട്ട് ഫോണുകൾ ഇറക്കിയാൽ മതി എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഐഫോണിൻ്റെ പുറകിലെ ആ ഒരു മൂടി അല്ലെങ്കിൽ ആ ഒരു കവർ
നമുക്ക് തന്നെ തുറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് വിയേഡാണ്, ബട്ട് നമുക്കറിയാം നമ്മുടെ ഐഫോണിലെ ലൈറ്റ്നിങ് കേബിൾ മാറിയിട്ട് ഈ കാണുന്ന സി ടൈപ്പിലേക്ക് വരാൻ കാരണം ഇതുപോലെ ചില രാജ്യങ്ങൾ ചില റൂൾസ് ഇറക്കിയോണ്ടാണ്, എസ്പെഷ്യലി നമ്മുടെ യൂറോപ്പ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റൂള് കൺഫേം ആയിട്ട് വരികയാണെങ്കിൽ എന്തായാലും ഐഫോണിൻ്റെ റിയർ സൈഡ് നമുക്ക് തന്നെ തുറക്കാൻ പറ്റുന്ന മോഡലായിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ സമയത്തത്തെ മാഗ്സേഫ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അവിടെ പുറകിലുള്ള ആ ഒരു മാഗ്സേഫിൻ്റെ ആ ഒരു വയർലെസ് ചാർജറിൻ്റെ ആ ഒരു മാഗ്നറ്റ് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു റിങ് ഉള്ളത്, അത് എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മേ ബി ആ ഒരു കവറിൻ്റെ കൂടെ നമുക്ക് പുറത്തേക്ക് അഴിക്കാൻ പറ്റുമായിരിക്കും. അതെന്തായാലും കേൾക്കുമ്പോൾ കുറച്ച് വീടാണ്, പക്ഷേ വരാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും 18 Proയിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഇല്ല, നോർമൽ ഐഫോൺ പോലെ തന്നെ ആയിരിക്കും 18 Pro ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്കറിയാം ഐഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു ഈ ഒരു ഡൈനാമിക് ഐലൻഡ്. ഇത് പോവും എന്നുള്ള രീതിയിലുള്ള ലീക്സുകൾ വന്നിരുന്നെങ്കിലും ഇത് പോകുന്നില്ല. ഇതിൻ്റെ സൈസ് കണ്ടോ, അപ്പോൾ ഇത്രയും വിടുത്തില്ലേ, ആ ഒരു വിടുത്ത് കുറഞ്ഞിട്ട് കുറച്ചുകൂടി കുറഞ്ഞ രീതിയിലുള്ള ഒരു വിടുത്തിലായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. 35% റിഡക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല നമുക്കറിയാം ആപ്പിളിൻ്റെ അടിപൊളി ഒരു ഫീച്ചറാണ് നമ്മുടെ ഫേസ് ഐഡി എന്ന് പറഞ്ഞത്. വളരെ ഫാസ്റ്ററായിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാനും നമ്മുടെ ആപ്പുകൾക്ക് ലോക്ക് ചെയ്യാനൊക്കെ ഫേസ് ഐഡി അടിപൊളിയാണ്. ആ ഒരു ഫേസ് ഐഡി ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ അതെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ട് ഈ ഒരു കോർണറിലേക്ക് മാറ്റും, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മാറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെ മാറ്റുന്നതുകൊണ്ടാണ് നമ്മുടെ ഡൈനാമിക് ഐലൻഡിൻ്റെ സൈസ് കുറയുന്നത് എന്നൊക്കെ കേൾക്കാനുണ്ട്. എന്തായാലും വന്നാൽ തന്നെ നമുക്ക് അറിയുള്ളൂ ഡൈനാമിക് ഐലൻഡ് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. എന്തായാലും ഫേസ് ഐഡി നമ്മുടെ സ്ക്രീനിൻ്റെ അടിയിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു ലീക്സ് അത് എല്ലാവരും ഇൻഫോം ചെയ്യുന്ന ഒരു ലീക്ക് തന്നെയാണ്. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിച്ചത് നമ്മുടെ ആപ്പിളിൻ്റെ ഐഫോണിൽ സിലിക്കൺ കാർബൺ ടെക്നോളജി ബാറ്ററി വരാൻ പോവാണ് എന്നാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു 6000 അല്ലെങ്കിൽ ഒരു 5500 റേഞ്ചിലേക്ക് നമ്മുടെ ബാറ്ററി ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസൈനിലുള്ള മറ്റൊരു മാറ്റമാണ് നമ്മുടെ ആ ഒരു 17 Proൻ്റെ ആ ഒരു ക്യാമറ ബമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ബമ്പിൻ്റെ തിക്നെസ് കുറയാനും അതുപോലെ തന്നെ ടോട്ടൽ ഫോണിൻ്റെ തിക്നെസ് കുറയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സാധാരണ ഇത്തരം ഡിസൈൻസ് നമുക്ക് ലീക്കായിട്ട് കിട്ടുന്നത് ഈ ഐഫോണിൻ്റെ പ്രൊഡക്ഷൻ സെൻറ്ററുകളില്ലേ, അവിടെ നിന്നൊക്കെ ആയിരിക്കും. എന്നാൽ ഇതൊന്നുമല്ല ഡിസൈൻ. നമ്മളിപ്പോൾ കാണാറുള്ള X300FEയുടെ റിയർ സൈഡ് കണ്ടില്ലേ, അതേപോലത്തെ ഡിസൈനിലായിരിക്കും ഐഫോൺ 18 Pro എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ലീക്സ് കാണുന്നുണ്ട്. സോ ഇതൊക്കെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്ഥലത്താണോ വെച്ചാൽ ഡെഫിനറ്റ്ലി അല്ല. എന്നാലും ഒരു പക്ഷേ അങ്ങനെ ഒരു മോഡൽ ഫോണുകൾ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10% മാത്രമേ സാധ്യതയുള്ളൂ. ഇനി ക്യാമറ പോലെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇതിൻ്റെ പെർഫോമൻസ് സൈഡ്. പെർഫോമൻസ് സൈഡ് ഇത്തവണ കിടിലമായിരിക്കും. കാരണം ആപ്പിളിൻ്റെ A20 Pro ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. കിടിലമായിരിക്കും എന്ന് പറയാനുള്ള കാരണമുണ്ട്. ഇതൊരു 2 നാനോമീറ്റർ ചിപ്സെറ്റാണ്. ഓരോ തവണ നമ്മൾ കാണുന്നുണ്ട് 5 നാനോമീറ്റർ, 4 നാനോമീറ്റർ, 3 നാനോമീറ്റർ, 2 നാനോമീറ്റർ, ഇനി 1 നാനോമീറ്റർ ആയിരിക്കും അടുത്ത കൊല്ലം വരാൻ പോവുക. അപ്പോൾ ഈ നാനോമീറ്ററുകളുടെ കണക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള കോമ്പണൻസ് തമ്മിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് 2 നാനോമീറ്റർ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ആ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കൂട്ടാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചിപ്സെറ്റിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ബാറ്ററിയും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും A20 Pro ചിപ്സെറ്റ് അടിപൊളിയായിരിക്കും. നമുക്കറിയാം iOS എന്ന് പറയുന്ന ആ ഒരു മാജിക്കലായിട്ടുള്ള OS ഇതിൻ്റെ കൂടെ മെർജ് ആകുമ്പോഴാണ് ഈ ചിപ്സെറ്റുകൾ ഇത്രയും പവർഫുൾ ആവുന്നത്. അതർവൈസ് നമ്മുടെ നോർമൽ സ്നാപ്ഡ്രാഗൺ 8 Elite ഒക്കെ നോക്കുമ്പോൾ ഈ ചിപ്സെറ്റുകൾ അത്രയും പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. എന്നാൽ ഈ പറയുന്ന OSലേക്ക് വരുമ്പോൾ ഈ ചിപ്സെറ്റുകൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഈ ആപ്പിളിൻ്റെ മാക്ബുക്ക് നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ ലാപ്ടോപ്പ് ഇറക്കിയിട്ടുള്ളത് ഐഫോണുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിപ്സെറ്റ് വെച്ചിട്ട് ഐഫോൺ 16 Proയിൽ ഉപയോഗിച്ചിട്ടുള്ള 18 Pro എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ആയിരുന്നു A18 Pro. അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു ചെറിയൊരു പ്രോസസ്സർ ഒരു ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു മാക്ബുക്കിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം പെർഫോമൻസ് ഉള്ളതാണെന്ന് നമുക്ക് ഊഹിച്ചാൽ കഴിയാൻ പറ്റും. എന്നാലും അതിൽ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നോർമൽ ടാസ്കുകളൊക്കെ അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പായിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് ഈ ഐഫോൺ 16 Proയിൽ എൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് വന്നിട്ടുള്ള ഡാമേജർ ചിപ്സെറ്റ്സ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു കോർ കുറഞ്ഞിട്ടാണ് നമ്മുടെ മാക്ബുക്ക് നിയോയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആപ്പിളിൻ്റെ ഒരു വിഷൻ നോക്കുകയാണെങ്കിൽ 16 Proയിലേക്ക് വേണ്ടിയിട്ട് ഒരു ചിപ്സെറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിലൊരു കോർ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടി ഉപയോഗിച്ചിട്ട് വേറൊരു ലാപ്ടോപ്പ് ഉണ്ടാക്കി എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത്. അത് സത്യമാണോ ശരിയാണോ എന്നറിയില്ല. എന്നിട്ട് പോലും അത് അത്രയും പെർഫോമൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് മാക്ബുക്ക് നിയോ. അതൊരു വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗെയിമിംഗ് പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള മാക്ബുക്ക് അല്ല, ഒരു നോർമൽ ഡേ ടു ഡേ ടാസ്കുകളൊക്കെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്ബുക്കായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പുകളിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റുകൾ തന്നെയാണ് നമ്മുടെ ഐഫോൺ സാധാരണ ഇറക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിപ്സെറ്റ് നമ്മുടെ ഫോണിലേക്ക് വരുമ്പോഴും നല്ലൊരു കിടിലൻ പെർഫോമൻസ് ആയിരിക്കും. ഗെയിമിങ്ങിനാണെങ്കിലും വീഡിയോ എഡിറ്റിങ്ങിനാണെങ്കിലും വീഡിയോഗ്രാഫിക് ആണെങ്കിലും നല്ല സെറ്റായിട്ട് നമുക്ക് പെർഫോമൻസ് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ കുറച്ച് ഫോണുകളൊക്കെ ആയിട്ട് നമ്മുടെ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മോഡം ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ചിപ്പ് ആണെങ്കിലൊക്കെ തന്നെ നമ്മുടെ ആപ്പിൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. C ചിപ്പ് N ചിപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ C1ഉം N1 ഒക്കെ നമ്മുടെ കഴിഞ്ഞ ഫോണുകളിൽ ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആയിട്ടുള്ള നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള C2 എന്ന് പറയുന്ന വെബ്സൈറ്റ് തവണ വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, വൈഫൈ, പെയറിങ് പോലുള്ള
ഫീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള N2 ചിപ്സെറ്റും ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്ത് തന്നെ നമ്മുടെ 18 Proയിൽ വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കും കുറച്ചുകൂടി ഫാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ ഒക്കെ സാറ്റലൈറ്റ് 5G അത് കിട്ടുന്ന രീതിയിലായിരിക്കും ഇത്തവണത്തെ നെറ്റ്വർക്ക് പരിപാടികൾ എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള മേജർ ലീക്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിന് പുറമെ എന്തൊക്കെയായിരിക്കും റിയൽ ആയിട്ട് വരാൻ പോകുന്നത് നമുക്കറിയില്ല. എന്തായാലും ലീക്സ് ഒക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ലോഞ്ച് സമയത്തും ഫോണുകൾ വരാറുള്ളത്. അതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. ഇനി നിങ്ങൾ എന്തെങ്കിലും ലീക്സ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഐഫോണുകളെ പറ്റിയിട്ടോ മറ്റ് ഫോണുകളെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്യാത്ത എല്ലാ മെസ്സേജുകൾക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ചില മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാം തന്നെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അങ്ങനെ അല്ലാത്ത എല്ലാ മെസ്സേജുകൾക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ടായിരിക്കും. എൻ്റെ യൂസേഴ്സിനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എന്തായാലും എത്ര പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കമൻസ് ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത വീഡിയോ കാണാൻ ബൈ. ടെക് വ്ളോഗ്സ്.